ഹലോ ഗൈസ്, നമ്മളിന്ന് ഓണത്തിൻ്റെ ലീവിന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ വരുന്ന ട്രെയിനാണ് നമ്മളെ എറണാകുളം ടു നിലമ്പൂർ മെമു. ഈ ഒരു ട്രെയിൻ വന്നതിനാൽ ഷൊർണൂർ ടു നിലമ്പൂർ ആ റൂട്ടിൽ ഉള്ള ആൾക്കാർ, എറണാകുളത്ത് വരയ്ക്കുന്ന ആൾക്കാർക്ക് ഒരു പരിധി വരെ അവരുടെ യാത്രാ ബുദ്ധിമുട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഈ കാണണം കേട്ടോ നമ്മളെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കും എയർപോർട്ടൊക്കെ എത്തേണ്ടടുത്ത് എത്തി. പിന്നെ മുട്ടിന് ഓരോ ഫാനുകളുള്ളതുകൊണ്ട് തന്നെ തിരക്കുണ്ടെങ്കിലും ഈ ചൂടെടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ നേരം നിന്നാണ്ട് കാല് കടഞ്ഞപ്പോൾ ഞാനവിടെ ഒരു സ്ഥലത്ത് സൈഡായി. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ള നിലം തന്നെയാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, അവിടെ തന്നെ ഉണ്ട് സെറ്റായി. അവസാനം ഷൊർണൂർ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങിപ്പോയപ്പോൾ സീറ്റൊക്കെ കിട്ടി. പിന്നെ ഈ ജോയിൻറ്റിൻ്റെ അടുത്തായിരുന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആട്ടം കണ്ടിട്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം നമ്മളെ നാട്ടിൽ വന്ന് ട്രെയിൻ നമ്മളെ ഇറക്കിയാണ്ട് ട്രെയിൻ അതാ പാഞ്ഞു പോണ് അടുത്ത സ്റ്റേഷനിലേക്ക്. പിന്നെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ കുറച്ച് വൈകിട്ട്. പിന്നെ ഓൻ കുറേ നേരം വെയിറ്റ് ചെയ്തതല്ല, അപ്പോൾ ഞങ്ങൾ നേരെ ഒരു നെയ്ച്ചോറും ബീസിനും കയറി. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. മുട്ടിന് നെയ്ച്ചോറും ബീസിനും കട ഉണ്ടാവും. ആദ്യമൊക്കെ ഞങ്ങൾ നെയ്ച്ചോറ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വിളമ്പി തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ഇതിൽ കൊണ്ടുവന്ന് വെച്ചല്ല, ആവശ്യത്തിനനുസരിച്ച് തിന്നാറ്. പിന്നെ ഈ കാണുന്നതാണ് ചിക്കൻ പീസ്. വലിയൊരു കൊസറമൊന്നുമില്ല, എന്നാലും തിന്നാം. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഉമ്മർത്തൊരു പൂക്കളൊക്കെ ഇട്ടുകൊണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിൽ കയറി. പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച് നേരെ ഹാളിക്ക് വന്ന് നടു നിവർത്തിയാണ് കിടന്നു. അത് ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സമാധാനമായിട്ടൊന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.